നമ്മളിപ്പോ പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും ഒരു കേസായിട്ട് ചെന്ന് അകത്താവുകയാണെന്ന് അതെന്ത് പ്രൊസീജിയർ? ഇടിക്കുന്നതിന് മുമ്പുള്ള പ്രൊസീജിയറാണോ? ഒരാളെ നിലം പൊടിക്കാതെ ഇടിക്കുന്നതിന് മുമ്പുള്ള പ്രൊസീജിയറാണോ ഈ മാലയും വളയും പോയി വെക്കുക എന്നുള്ളത്? റോട്ടിൽ കിടന്ന പോലീസുകാരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഈ വിധത്തിൽ ഇടിക്കാൻ ഏത് തരത്തിലുള്ള പ്രൊസീജിയറാണ് പോലീസുകാർക്ക് അനുവാദം നൽകുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അതല്ല ഉദ്ദേശം. നമുക്ക് ഒന്നേ ഉള്ളൂ, ഇത്രയും ക്രൂരമായി മർദ്ദിച്ച ഈ 4 പോലീസുകാരുണ്ടല്ലോ, ഈ സാമദ്രോഹികൾ, ഇവരെ 4 പേരെയും നല്ല നാട്ടു നടപ്പിൽ ശിക്ഷ കൊടുക്കേണ്ടത്. നേരെ കൊണ്ടുവരണം. എന്റെ നാട്ടിലേക്ക് കൊണ്ട് നല്ല മുള്ളുമുരുക്ക്, റഷീദിന്റെ നാട്ടിലുണ്ടെന്ന് എനിക്കറിയില്ല, ഒരു നല്ല വലിയ ഏണി വെച്ച് ഈ മുള്ളുമുരുക്കിന്റെ മേളിൽ കയറ്റണം. എന്നിട്ട് ഈ സുജിത്തിനെ നിർത്തിയതുപോലെ അല്പവസ്ത്രധാരിയായി നിർത്തിയതിനു ശേഷം മേളിൽ കയറ്റി നിർത്തിയിട്ട് കൈവിടാൻ പറയണം. ആ മുള്ളുമുരുക്കിലൂടെ ഇങ്ങനെ ഇറങ്ങൂല താഴോട്ട്, അപ്പോഴേ അവന്റെയൊക്കെ കഴപ്പ് തീരുള്ളൂ. നേരത്തെ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞപ്പോഴേ ഇവർക്ക് ചില ശിക്ഷ കൊടുക്കുന്നതിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അതേ ഈ പോലീസുകാരെ ആയിരിക്കത്തില്ല, ചിലപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിന്റെ കാര്യം ആലോചിച്ചായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്നാണ്. അതായത് പ്രസിഡന്റ് ഇല്ലല്ലോ ഇപ്പൊ, നേരത്തെ പ്രസിഡന്റിനെ ഉദ്ദേശിച്ചാവാം അങ്ങനെ പറഞ്ഞത്. അതൊരു സ്ലിപ്പ് ഓഫ് ടങ് ആവാനേ സാധ്യതയുള്ളൂ. ശിക്ഷകളൊക്കെ കൊടുക്കാറുള്ളത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു തരുന്ന വിഷയത്തിൽ നിന്ന് മാറി പോകുന്നില്ല. ഞാൻ തീരുമാനിക്കാം. ജയരാജേ, ഇങ്ങോട്ടുണ്ടാക്കാൻ വരണ്ട. ഏത്? ഓക്കെ 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 താങ്കൾക്ക് പറയാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. ആ ഡെമോക്രസി പൂർണ്ണമായിട്ട് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.